ഒരേയൊരു ഉത്തരം മതി നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ. പറഞ്ഞു വരുന്നത് നാസ സംഘടിപ്പിക്കുന്ന ഒരു മത്സരത്തെക്കുറിച്ചാണ്. ഒരു സുപ്രധാന ചോദ്യത്തിന് ഉത്തരം നൽകിയാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് കോടികളായിരിക്കും. ഡീപ് സ്പേസ് ഫുഡ് ചാലഞ്ച് എന്നാണ് ഈ ഒരു മത്സരത്തിന്റെ പേര്. $7,50,000, അതായത് ഏകദേശം 6.75 കോടി രൂപയാണ് സമ്മാന തുകയായി വാഗ്ദാനം ചെയ്യുന്നത്. ഇനി എന്താണ് കാര്യമെന്ന് പറയാം. ചൊവ്വയിലും ചന്ദ്രനിലും ഒക്കെ മനുഷ്യനെ ദീർഘകാലം കഴിയേണ്ടി വരുന്ന ദൗത്യങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. മനുഷ്യനെ ചൊവ്വയിൽ എത്തിച്ച് അവിടെ സ്വയം പര്യാപ്തതയുള്ള സുസ്ഥിര നഗരം സ്ഥാപിക്കാനുള്ള പദ്ധതിയിലാണ് ടെക് ശതകോടീശ്വരനായ ഇലോൺ മസ്ക് പോലും. ഇതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതിനു മുൻപ് ചില സുപ്രധാന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ശാസ്ത്രജ്ഞർ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതിലൊന്നാണ് ചൊവ്വയിൽ ദീർഘകാലം ചെലവഴിക്കേണ്ടി വരുന്ന മനുഷ്യൻ എന്ത് ഭക്ഷണം കഴിക്കും എന്നത്. ഭൂമിയെ ആശ്രയിക്കാതെ ഭക്ഷണം കണ്ടെത്താനുള്ള വഴികളാണ് ഇവർ തേടുന്നത്. ഭൂമിയിൽ നിന്ന് അകന്നു കഴിയേണ്ടി വരുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതിനുള്ള മികച്ച മാർഗം കണ്ടെത്തുകയാണ് ഈ മത്സരത്തിൽ ചെയ്യേണ്ടത്. ചൊവ്വയിലെയും ചന്ദ്രനിലെയും ദൈർഘ്യമേറിയ ദൗത്യങ്ങളിൽ ഏർപ്പെടുന്ന ബഹിരാകാശ സഞ്ചാരികൾക്ക് ഭൂമിയെ പൂർണ്ണമായി ആശ്രയിക്കാതെയുള്ള ഭക്ഷണ സംവിധാനങ്ങൾ ആവശ്യമായി വരുമെന്നാണ് നാസ പറയുന്നത്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഡീപ് സ്പേസ് ഫുഡ് ചാലഞ്ച് മാസ്റ്റർ ടേബിൾ എന്ന ആഗോള മത്സരം നടത്തുന്നത്. ചൊവ്വയിലെ ഒരു സംഘത്തിനായി ഒരു സമ്പൂർണ്ണ ഭക്ഷണ പദ്ധതിയും സംഘത്തിന്റെ പോഷക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിവിധ ഭക്ഷ്യ സ്രോതസ്സുകളും സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്ന ഭക്ഷ്യ സംവിധാനങ്ങൾക്കായുള്ള ആശയങ്ങളാണ് ഇവിടെ സൃഷ്ടിക്കേണ്ടത്. ചൊവ്വയിലെ വാസസ്ഥലങ്ങളിൽ ഭക്ഷണം തയ്യാറാക്കാനും പോഷക സമൃദ്ധമായ ഭക്ഷ്യവിഭവങ്ങൾ വളർത്താനും മാലിന്യം സംസ്കരിക്കാനും കഴിയുന്ന സമഗ്രമായ സംവിധാനങ്ങളാണ് നാസ ഇതിനായി തേടുന്നത്. നാസയുടെ ലൈഫ് സപ്പോർട്ട് സാങ്കേതിക വിദ്യയുമായി സംയോജിപ്പിച്ച് റീസൈക്കിൾ ചെയ്ത വെള്ളവും വായുവും ഉപയോഗിച്ച് ഭക്ഷണം തയ്യാറാക്കാനും കഴിയണം. മാത്രമല്ല, ബഹിരാകാശ സഞ്ചാരികളെ ശാരീരികമായി ആരോഗ്യവാന്മാരും മാനസികമായി സന്തോഷവാന്മാരുമായി നിലനിർത്തുന്ന ഭക്ഷണം കൂടിയായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. ചന്ദ്രനെ ചുറ്റി സഞ്ചരിക്കാൻ ലക്ഷ്യമിടുന്ന ആർടെമിസ് 2 ദൗത്യത്തിന്റെ ഭാഗമാകുന്ന 4 ബഹിരാകാശ സഞ്ചാരികൾക്കും ഭൂമിയിൽ നിന്ന് തയ്യാറാക്കി പാക്ക് ചെയ്ത് സൂക്ഷിക്കുന്ന ഭക്ഷണം നൽകാനാണ് നാസ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ചൊവ്വ ദൗത്യങ്ങളുടെ കാര്യം. ദശലക്ഷക്കണക്കിന് കിലോമീറ്റർ അകലെ ബഹിരാകാശ സഞ്ചാരികൾ പൂർണ്ണമായും ഭൂമിയെ ആശ്രയിക്കാതെയായിരിക്കും അവിടെ ജീവിക്കേണ്ടി വരിക. ആഗോളതലത്തിലാണ് ഈ ഒരു മത്സരം നടത്തുന്നത്. 2026 ജൂലൈ 31 വരെ ഇതിനായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. 2026 സെപ്റ്റംബറിൽ ഈ മത്സരം ഔദ്യോഗികമായി അവസാനിക്കുമെന്നും നാസ വ്യക്തമാക്കിയിട്ടുണ്ട്.